ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. LPSC, UPSC എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഒരുപാട് വേക്കൻസികളായിട്ട് വരുന്ന ജനറൽ ആയിട്ട് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് NCA നോട്ടിഫിക്കേഷനുകൾ. ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങളൊക്കെ? ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടാകാം, കൺഫർമേഷൻ കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടത്തി നിങ്ങൾ എക്സാമിനെ സമീപിക്കാറുണ്ടോ? പലരും ഇല്ല. കാരണം എല്ലാവരും പറയുന്ന ഒരുപാട് വേക്കൻസികൾ കാണിക്കുന്ന ആ ഒരു ജനറൽ LPSC, UPSC മാത്രമായിരിക്കും നിങ്ങളിൽ പലരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ റിസർവേഷൻ കാറ്റഗറിയിലുള്ള നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാണ് ഈ NCA നോട്ടിഫിക്കേഷനുകൾ. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സർവീസിൽ കയറാനായിട്ട് പറ്റും. ജൂലൈ മാസത്തിൽ എക്സാമിന് വേണ്ടിയിട്ട് PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ കലണ്ടറാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കാറ്റഗറി നമ്പർ 427/2022 മുതൽ, അതായത് നമ്പർ 98 മുതൽ എത്ര എണ്ണാണ്? 110 വരെയുള്ളത് അല്ലേ? 98 മുതൽ 110 വരെയുള്ള ഇത്രയും നോട്ടിഫിക്കേഷനുകൾ, കാറ്റഗറി നമ്പർ ഇത്രയും എണ്ണത്തിന് ഒരൊറ്റ എക്സാം ആണ്. ഇതെല്ലാം തന്നെ UPSC എക്സാം ആണ്. UPSC ടീച്ചർ, UP ടീച്ചർ ആവാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇത് എക്സാമിന്റെ ഡേറ്റ് വന്നതൊക്കെ പലരും അറിഞ്ഞു കാണില്ല അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള SC-കാരുടെയാണ്. 427/2022 SC ആണ് തിരുവനന്തപുരം ജില്ലയിൽ. അത് വരുന്നത് 5714 പേര് മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ST ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ, പിന്നെ LCAA ഉണ്ട്, പിന്നെ OBC ഉണ്ട്, ധീവരയുണ്ട്. ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലാണ്. പിന്നെ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുസ്ലിം കാറ്റഗറിയിലേക്കാണ് NCA നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അത് അപ്ലൈ ചെയ്തിരിക്കുന്നത് വെറും 6803 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ വയനാട് ജില്ലയിൽ ഹിന്ദു നടാറ് വിളിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം വിളിച്ചിരിക്കുന്നത് ബൈ ട്രാൻസ്ഫർ ആണ്. ബൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. 105 മുതൽ 110 വരെയുള്ളത് ബൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ ആവുക എന്നുള്ള സ്വപ്നം നിങ്ങൾ കണ്ടിട്ട് ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നവരാണ് എങ്കിൽ അവർക്കുള്ള ഒരു അവസരമാണ്, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഈ ബൈ ട്രാൻസ്ഫർ എന്നുള്ളതിൽ വന്നിരിക്കുന്നത് അല്ലേ? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ ആയിട്ട് ടീച്ചർ ആവാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പഠിച്ചു തുടങ്ങിയോ? നിങ്ങൾ അപ്ലൈ ചെയ്ത് വെറുതെ ഇരിക്കുകയാണോ? അല്ല അല്ലേ? ഒരുപാട് അവസരങ്ങളുണ്ട്. എന്നാണ് ഈ എക്സാം വന്നിരിക്കുന്നത്? 21/7. ഇതെല്ലാം തന്നെ ഒരൊറ്റ ദിവസമാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്, 21/7/2023. അപ്പൊ വളരെ കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ? എന്ന് മുതൽ ഇന്നിപ്പോ ജൂൺ തുടങ്ങി, ജൂൺ മാസം തുടങ്ങി. ജൂലൈ 21-നാണ് എക്സാം. കയ്യിൽ ഏകദേശം ഒരു 50 ദിവസത്തോളം ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ 50 ദിവസത്തെ കറക്റ്റായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വേക്കൻസി നിങ്ങളായിരിക്കും ഫില്ല് ചെയ്യാൻ പോകുന്നത്. അത് ഉറപ്പുള്ള കാര്യം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ LPSC, UPSC റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് ഏകദേശം 1500ഓളം പേര്. അതിൽ തന്നെ കുറേ കുട്ടികൾ എന്തായിരുന്നു 30 ദിവസത്തെ ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ എത്തിയവരാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും എത്തിപ്പെടാനാകും. കയ്യിൽ നിങ്ങളുടെ ഒരു 45 ദിവസം കറക്റ്റ് ആയിട്ടുണ്ട്. ആ 45 ദിവസത്തെ നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ഒരു വേക്കൻസി നിങ്ങളെ കൊണ്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഉറപ്പല്ലേ? അപ്പൊ അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ 45 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സുമായിട്ടാണ് വരുന്നത്. എല്ലാ ക്ലാസ്സുകളെയും പോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും. ടൈം ടേബിൾ പ്രകാരമുള്ള എക്സാമുകളൊക്കെ എഴുതാൻ പറ്റുന്ന ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും, വീക്ക്ലി എക്സാമുകൾ ഉണ്ടായിരിക്കും, സർപ്രൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള, അതായത് ഇപ്പോൾ ബൈ ട്രാൻസ്ഫറുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും, സർവീസിൽ ഇരിക്കുന്നവരാണ്, കുറച്ച് സമയം പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളെയും കൂടി കൺസിഡർ ചെയ്ത് കൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളും എക്സാമുകളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ
കോഴ്സ് മുന്നോട്ട് പോകുന്നത്. 45 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണുള്ളത്. സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റാപ്പിഡ് ക്വസ്റ്റ്യൻ സെഷൻ ഉണ്ടായിരിക്കും. പെട്ടെന്ന് മെന്റർഷിപ്പോട് കൂടിയിട്ട് തന്നെ റാപ്പിഡ് ക്വസ്റ്റ്യൻ സെഷൻ ഉണ്ടായിരിക്കും. ഇത് സൂം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ വീക്കിലി പഠിക്കുന്ന ടൈം ടേബിളിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ എത്രത്തോളം പഠിച്ചു, എന്തൊക്കെ പഠിച്ചു എന്നറിയാനായിട്ട് ആ ടോപ്പിക്കിനെ കണക്ട് ചെയ്യുന്ന സൂം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും അപ്ലൈ ചെയ്തിട്ട് പഠിക്കാതെ അതിനി കുഴപ്പമില്ല, സാരമില്ല, അത് വിട്ട് കളഞ്ഞേക്ക്, ഇനി വരാൻ പോകുന്ന LPSA UPSA കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ, അപ്പൊ പഠിച്ചു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കാണ് ഏറ്റവും നല്ലൊരു അവസരമുള്ളത്. വളരെ കുറച്ച് അപ്ലിക്കൻസേ ഉള്ളൂ. അതുപോലെ തന്നെ ടേൺ ഇല്ല അല്ലേ. ഇപ്പോൾ SC ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ടേൺ വരുന്നില്ല. എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തോ അത്രയും ആളുകളെ തന്നെ ലിസ്റ്റിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ടേൺ വരുന്നില്ല. പിന്നെ ഒന്ന് എന്ന് പറയുന്നത് 2 ലിസ്റ്റിൽ ഒരേ ആളുകൾ വരുന്നില്ല അല്ലെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു സമയത്തെ. നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. 45 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ് ഉള്ളത്. UPSA NCA നോട്ടിഫിക്കേഷന് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് വരുന്നത്. അപ്പോൾ LPSA UPSA കേട്ടിട്ട് അതുപോലെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാനലിലായിരിക്കും, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു ചാനലിലായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ എക്സാമുകൾക്കും നിങ്ങൾ എല്ലാവരും PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പോൾ PSC എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. കറണ്ട് അഫെയർ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനൊന്നും പറ്റുന്നതല്ല. ഡെയിലി നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കേണ്ട ഒന്നാണ് അല്ലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. UPSA NCA നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തവരെല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളിൽ കാണാം. താങ്ക്